ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്നെ ചില പേര് മിസ് ചെയ്തിട്ടുണ്ടാവും, അവരോടൊക്കെ സോറി. ചില പേർക്ക് എന്നെ അറിയുകൂടി ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ വെച്ച് മാറ്റി വെച്ച ചാനലായിരിക്കും ചിലപ്പോൾ എൻ്റെത്. കാരണം ഞാൻ വീഡിയോസ് ഇടുന്നത് എപ്പോഴും 12 ദിവസം കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞ്. കാരണം ഇപ്പം എല്ലാവർക്കും അറിയുന്നതല്ലേ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവരും ഇപ്പൊ അതിൽ തന്നെയാണ്, അതിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും. അപ്പൊ ഇപ്പോഴും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ ഞാനൊരു സ്കാനർ അയക്കും. അതിലോട്ട് ക്യാഷ് അയച്ചാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കഥയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കഥയും കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാല്, ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കേട്ടപ്പാടെ എനിക്ക് തോന്നിയത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ്, ഈ ന്യൂസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ന്യൂസാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി ഫോൺ നോക്കുന്ന ടൈം അതിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ, എവിടെന്നോ ഒരു ഷിപ്പ്, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു ഷിപ്പ് യാത്ര, അതായത് 13 ദിവസത്തെ യാത്രയുണ്ട്, ഒരാഴ്ചത്തെ യാത്രയുണ്ട്, ഒരു മാസത്തെ യാത്രയുണ്ട്. ഈ 3 യാത്രയാണ് കണക്കുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരു ഷിപ്പ്. ആ ഷിപ്പിൽ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമായിരിക്കണം. അതായത് വയസ്സോ ഒന്നും തന്നെ ഇല്ല. 18 വയസ്സിന് മീതെയുള്ള ആൾക്കാരെ മാത്രമേ അതിൽ കയറ്റത്തുള്ളൂ. വിവാഹം കഴിഞ്ഞതോ വിവാഹിതയാവാത്തതോ ആർക്കും തന്നെ ചേരാം. അപ്പൊ ആ ഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഷിപ്പായിരിക്കും. കാരണം ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാല്, അതിലുള്ള യാത്രക്കാർ മുഴുവനും, അതായത് ഒട്ടും തന്നെ എല്ലാ രീതിയിലും നഗ്നരായിരിക്കണം, ഒരു ഡ്രസ്സ് പോലും. അപ്പോൾ അതിന്റെ വേറൊരു പ്രത്യേകത, ഒട്ടും തന്നെ ദേഹത്ത് ഒരു തുണി പോലും ഉണ്ടാവാൻ പാടില്ല. ഒരു രീതിയിലും അവരുടെ ഏത് ശരീരം മറക്കാൻ പാടില്ല. ഫുള്ളും നഗ്നരായിരിക്കണം. അതാണ് അതിന്റെ ഒരു വേറൊരു പ്രത്യേകത. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. പക്ഷെ അത് എവിടെ നിന്നാണ് എന്ന് എനിക്കറിയില്ല. പിന്നീട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതില് ഗേൾസ് ടോക്ക്. അപ്പോൾ ഞാൻ എനിക്ക് മെസ്സേജ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിലുള്ളതൊന്ന് ഡീറ്റെയിൽസ് പറയാമോ എന്ന്. അപ്പൊ ഞാൻ കുറേയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തരത്തിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, കോള്, വീഡിയോ കോള്, ഗേൾസ് ചാറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികളുണ്ടോ, പെൺകുട്ടികളാണ് വേണ്ടത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, എന്റെ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ, ഫോട്ടോവും മറ്റേ കഥകളെയും കാട്ടും വേണ്ടത് ഗേൾസുമായിട്ട് ചാറ്റ് ചെയ്യണം. ഗേൾസ് ആണ് അവൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങൾ ഓർമ്മ വന്നത്. അപ്പോ ആ ഷിപ്പിൽ എല്ലാവരും വിചാരിക്കും അതിൽ പെണ്ണുങ്ങളൊക്കെ പോവോ. ഞാനും ഒരു നിമിഷം അങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ആണുങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബുക്ക് ചെയ്തതിൽ ആണുങ്ങൾ കുറവാണ്. ആ മെസ്സേജിന് താഴെ ഉണ്ടായത്, ഇനിയും പെണ്ണുങ്ങൾ ബുക്ക് ചെയ്യരുത്, ആണുങ്ങൾ ബുക്ക് ചെയ്യണം. കാരണം പെണ്ണുങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, പെണ്ണുങ്ങൾക്ക് അവരുടെ ശരീരം ബാക്കിയുള്ളവരെ കാണിക്കാൻ വലിയ പൂതിയായിരിക്കും. അതായത് ഇതിൽ ബുക്ക് ചെയ്തിട്ടുള്ളവര് അവരുടെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഇതിലധികവും ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം ഇതിൽ കൂടുതൽ പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികൾക്ക് അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന, അവർ ചിലപ്പോൾ വർക്കൗട്ടും ഇല്ല ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ശരീരം അവർക്ക് ആൾക്കാരെ കാണിക്കാൻ നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഈ ഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ബിഗ് ബോസ് പോലെയാണ്. അതിനുള്ളിൽ ക്ലോക്കോ ഫോണോ വാച്ചോ ഒന്നും, ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളും കൊണ്ടുപോവാൻ പറ്റത്തില്ല. ആ ഷിപ്പിൽ പോവാൻ വേണ്ടി 25,000 രൂപയാണ് ചെലവ് എന്ന് പറയുന്നത്. 13 ദിവസത്തേക്കാണെങ്കിൽ, 7 ദിവസം, ഒരു മാസത്തേക്കാണെങ്കിലാണ് 25,000 രൂപ. അപ്പൊ 13 ദിവസവും ഉണ്ട്, 7 ദിവസവും ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും കുറവ് എന്ന് എനിക്കറിയില്ല. 7 ദിവസത്തിൽ അപ്പോൾ നല്ല കുറവ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഫുഡും ഒക്കെ തന്നെ ഫ്രീ ആണ്. പിന്നെ ഫോണ്, നെറ്റ്വർക്ക് ഒന്നും തന്നെ ഉണ്ടാവത്തുമില്ല, നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല. ഞാൻ ആ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്നവർ ലൈവ് ഇട്ടാ നമുക്കും കൂടെ ഒരു ഉപകാരമായത് തന്നെയാണ്. അതൊരിക്കലും നടക്കൂല. അതില് ആരും തന്നെ ഫോണോ ഫോട്ടോസോ മറ്റേ വാച്ച് ഒന്നും തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച ആരും സന്തോഷത്തോടെ ഇരിക്കണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് ഗേൾസ് ആണല്ലോ. അപ്പോൾ അഥവാ അതിപ്പോ അടുത്ത് ഈ നമ്മളെ നാട്ടില് ഒരു കൊച്ചിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എത്ര പേര് പോട്ടേനും അതെനിക്കൊന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാനുള്ള ഒരു ത്വരയാണ്.
അപ്പോൾ അങ്ങനെ കപ്പലിലൊക്കെ പോകുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഏതോ നാടുകളിൽ, ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അത് അങ്ങനെ ഓവർ നോക്കാൻ നിന്നിട്ടില്ല. എനിക്കൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അതിൽ ഏകദേശം പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്, ആണുങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ അതെവിടെ നിന്നാണ് എനിക്കറിയത്തില്ല. അത് അഥവാ ഇനി നല്ലോണം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഗ്രൂപ്പിന്റെ കാര്യം. ഗ്രൂപ്പ് ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആരും തന്നെ ഒരു പവർ ഇല്ല എന്നെനിക്ക് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഗ്രൂപ്പ് 1 കുറച്ച് ഗേൾസ്, അതായത് 16 ഗേൾസ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 1 ഞാൻ വീഡിയോ ഇട്ട ഉടനെ തന്നെ നല്ല ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അത് ഗ്രൂപ്പ് 1. പിന്നെ ഗ്രൂപ്പ് 2 അങ്ങനെ ആർക്കും തന്നെ ഇൻട്രസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് ആ ഗ്രൂപ്പ് 2 ഞാൻ പുതിയൊരു ഗ്രൂപ്പാക്കി അതിൽ ഗ്രൂപ്പ് 1 കുറച്ച് ഗേൾസിനെ ഞാൻ ആഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആരും തന്നെ വിഷമിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടവർ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്തായാലും മെസ്സേജ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതേപോലുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓരോരോ കഥയും ഓരോരോ ന്യൂസും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളും വാട്സപ്പിലായത് കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് അങ്ങനെ ഉപയോഗിക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്നായിരുന്നു എനിക്കൊരു സമയം കിട്ടിയത്. അപ്പൊ തന്നെ ഞാൻ വേഗം ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തു. ഞാൻ ഇന്നലെ രാത്രി ഈ ന്യൂസ് കേട്ടപ്പോഴേ എനിക്ക് വിചാരിച്ചു എന്തായാലും ഇതെന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയിക്കണമെന്ന്. ഇത് ഞാൻ വെറുതെ ചുമ്മാ തള്ളുന്നല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തോളൂ. ഇതുപോലെ കുറേ വീഡിയോസ് കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ തള്ളാന്ന് വിചാരിക്കണ്ട. ശരിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉടുത്തുണി ഓരോന്ന് വെച്ചാൽ ഫുള്ള് നഗ്നരായിരിക്കണം. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും മാത്രമേ പൂർണ്ണമായിട്ട് നഗ്നരായിക്കോളൂ. അല്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും കാണുന്ന രീതിയിലുള്ള ഒരു തോർത്ത് അവർ തന്നെ നമുക്ക് തരുന്നതാണ്. നമ്മൾ കൊണ്ടുപോകണ്ട, നമ്മൾ ഒന്ന് തന്നെ കൊണ്ടുപോകണ്ട. നമ്മൾ പോകുന്ന ടൈമിൽ നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ അവരവിടെ വാങ്ങി വെക്കും. അതാണ്. അപ്പൊ ഒരു തോർത്ത് നമ്മൾ ഇടുക. അത് എങ്ങനത്തെ തോർത്താണ്? സിനിമാ നടിമാരൊക്കെ ഇടുന്നില്ലേ ഒരു തോർത്തല്ല, ഒരു തുണി. അതായത് ഇട്ടത് തന്നെ നമ്മൾ ഇടാത്ത പോലെയാണ്. അങ്ങനെയാണ് തോർത്ത് ഇടേണ്ടതല്ല. ജസ്റ്റ് നമ്മൾ മറ്റേ ഇങ്ങനെ ഇടത്തില്ലേ, അതുപോലെ ഇടേണ്ടതാണ്. പക്ഷെ ശരീരം മുഴുവനും കാണും. അത് നടക്കുമ്പോൾ മാത്രമാണ്. ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും പൂർണ്ണമായിട്ട് നഗ്നരായിരിക്കണം. അപ്പോ ആണുങ്ങളും അതിന് പോണ്ടതാണ്. എന്റെ ചെറുതാണ്, ഞാൻ ഗ്രൂപ്പാക്കിയപ്പോ തന്നെ എനിക്ക് കുറെ ആള് മെസ്സേജ് ഉണ്ടായിരുന്നു, എന്റെ ചെറുതാണ് ചേച്ചി, അപ്പൊ ഗ്രൂപ്പിൽ ഞാൻ ഫോട്ടോ ഇട്ടെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ. ഹെടോ, അങ്ങനെ ആഗ്രഹമില്ലാത്ത വേറെ ആളെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഇതേപോലെ നല്ല നല്ല ന്യൂസും കൊണ്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയി, അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാനൊരു സ്കാനർ അയക്കുന്നതായിരിക്കും. അതിൽ 500 രൂപയാണ് ഫീസ്. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേണ്ട വീഡിയോസ്, ഫോട്ടോസ്, കോള്, ഗേൾസുമായിട്ട് ചാറ്റിങ് ഒക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ.